സൗന്ദര്യം സ്വന്തമാക്കാം വെറും 9 ദിനം കൊണ്ട്. ആരോഗ്യവും ആത്മവിശ്വാസവും പോലെ ആരും കൊതിക്കുന്ന ഗുണമാണ് സൗന്ദര്യം. ഇന്നും എന്നും അത് അങ്ങനെ തന്നെ. നിങ്ങളുടെ ചർമ്മം എങ്ങനെയുമാകട്ടെ, വെറും 9 ദിനങ്ങൾ കൊണ്ട് നമുക്ക് സുന്ദരമാകാം, ചെറുപ്പമാകാം. 1-ാം ദിനം, സൗന്ദര്യ ചിട്ടകൾ ലളിതമാക്കാം. ചർമ്മം സുന്ദരമാക്കാനുള്ള ഈ 9 ദിന പദ്ധതിയുടെ ഭാഗമായി ആദ്യ ദിനം ലളിത സൗന്ദര്യ ചിട്ടകൾ പ്ലാൻ ചെയ്യാം. ഗ്ലാമർ ആകാൻ അതും ഇതും വാരിത്തേക്കുന്ന പതിവ് ഇനി ആവർത്തിക്കില്ല എന്ന ദൃഢനിശ്ചയമാണ് അതിൽ ആദ്യം എടുക്കേണ്ടത്. കാരണം ചർമ്മം നശിപ്പിക്കുന്നത് പലപ്പോഴും അമിത പരിചരണമാണ്. പകരം ലളിത ചിട്ടകൾ മതി. അവ ഇങ്ങനെയാകാം. രാവിലെ തണുത്ത വെള്ളത്തിൽ മുഖം നന്നായി കഴുകി മോയ്സ്ചറൈസർ തേക്കാം. പിന്നീട് മേക്കപ്പ് ഇടുന്നെങ്കിൽ അത് കഴുകിക്കളയാൻ മറക്കരുത്. രാത്രിയും ഇത് ആവർത്തിക്കണം. മുഖം നന്നായി കഴുകി മേക്കപ്പും അഴുക്കുമൊക്കെ നീക്കണം. എന്നിട്ട് കിടക്കും മുൻപ് രാത്രി സമയം മോയ്സ്ചറൈസർ തേക്കാം. ഇനി ഉന്മേഷം തിരികെ കിട്ടുന്നതുവരെ ഉറങ്ങിക്കോളൂ. 2-ാം ദിനം, ടെൻഷൻ കുറയ്ക്കാം. അനാവശ്യ പിരിമുറക്കം ചർമ്മം നശിപ്പിക്കും. ചർമ്മ സൗന്ദര്യം നിലനിർത്താൻ ടെൻഷൻ കുറയ്ക്കാനുള്ള വഴികൾ പതിവാക്കണം. ഗാഢമായി ശ്വസിക്കുക, സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുക, മസാജ് ചെയ്യുക തുടങ്ങിയവ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഒപ്പം 1-ാം ദിനത്തെ ചിട്ടകളും ആവർത്തിക്കുക. 3-ാം ദിനം, ഗോ ഗ്രീൻ. പ്രകൃതിയും പച്ചപ്പും എത്ര സുന്ദരമാണ്. ചർമ്മം തിളങ്ങാൻ പച്ചയെ വരിക്കാം. ഫ്ലേവനോയിഡുകളാൽ സമൃദ്ധമായ ഗ്രീൻ ടീ പതിവാക്കാം. രാവിലെയും വൈകിട്ടും, ചൂടോടെയായാലും തണുപ്പിച്ചായാലും കുഴപ്പമില്ല. ഇനി ദിനവും 20 മിനിറ്റെങ്കിലും പ്രകൃതിയോടൊത്ത് ശുദ്ധമായ അന്തരീക്ഷത്തിൽ ചെലവഴിക്കാൻ തീരുമാനിക്കുക. സ്വച്ഛമായ പ്രകൃതിയിലൂടെ നടന്നാൽ ടെൻഷൻ കുറയും. 4-ാം ദിനം, ഭക്ഷണം ശ്രദ്ധിച്ചു. ഫാസ്റ്റ് ഫുഡ്, പൊരിച്ചത്, കൃത്രിമ ഭക്ഷണം ഇവയൊക്കെ ചർമ്മത്തിന്റെ ശത്രുക്കളാണ്. കഴിയുന്നത്ര അവ മെനുവിൽ നിന്ന് ഒഴിവാക്കുക. അവയോട് അമിതമായ കൊതി തോന്നുമ്പോൾ പച്ചവെള്ളമോ പഴച്ചാറോ കുടിക്കുക. ഒപ്പം ഓറഞ്ച്, തക്കാളി, ഇലക്കറികൾ, ചെറുമത്സ്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ പതിവാക്കാൻ ശ്രദ്ധിക്കുക. 5-ാം ദിനം, യുവത്വം തുളുമ്പാൻ വ്യായാമം. ദിനവും കുറഞ്ഞത് അരമണിക്കൂർ വിയർക്കുന്ന വിധം വ്യായാമം ചെയ്യുക. ജോഗിങ്ങോ സൈക്ലിങ്ങോ നീന്തലോ ഏതുമാകാം. വേണമെങ്കിൽ ജിമ്മിലും പോകാം. വ്യായാമം ആസ്വദിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. വ്യായാമം ചർമ്മ സൗന്ദര്യം കൂട്ടുക മാത്രമല്ല, രോഗങ്ങളും അകറ്റും. നല്ല ഉറക്കം ലഭിക്കും. 6-ാം ദിനം, ഉല്ലാസവേളകൾ വർദ്ധിപ്പിക്കാം. സുഹൃത്തുക്കളോടും വീട്ടുകാരോടുമൊപ്പം കൂടുതൽ സമയം ചിലവിടാം. വേണമെങ്കിൽ ഒരുമിച്ച് ഭക്ഷണവുമാകാം. ഇത്തരം ഉല്ലാസവേളകൾ ചിരിയും ചിന്തയും പ്രചോദനവുമേകും. അതുവഴി അകത്തും പുറത്തും സൗന്ദര്യവും ഏറും. 7-ാം ദിവസം, ആത്മസൗന്ദര്യം ആസ്വദിക്കാം. സ്വന്തം കഴിവുകളിലേക്ക് നോക്കുക. കഴിവുകളിൽ ആനന്ദിക്കുക. എല്ലാറ്റിനോടും പോസിറ്റീവായി ഇടപെടുക. നല്ല കാര്യങ്ങൾക്ക് സ്വന്തത്തോടും മറ്റുള്ളവരോടും നന്ദിയുള്ളവരാകുക. കഴിയുമെങ്കിൽ അല്പനേരം ദിനവും മെഡിറ്റേഷനും ആകാം. 8-ാം ദിനം, സുന്ദരമായി ഉറങ്ങാം. ആഗ്രഹിക്കുന്ന അത്ര ഉറങ്ങുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന പ്രകൃതമാണെങ്കിൽ ചെറു ഉച്ചമയക്കമാകാം. ഷൂ അഴിച്ച് കസേരയിൽ ചാരിക്കിടന്നോ കിടക്കയിൽ കിടന്നോ ആകാം ചെറുമയക്കം. സൂര്യപ്രകാശം നേരിട്ട് തട്ടണ്ട. 30 മിനിറ്റ് വരെ മതി ഈ ഉറക്കം. വൈകിട്ട് 3-ന് ശേഷം പക്ഷേ ചെറുമയക്കം പാടില്ല. 9-ാം ദിനം, വിലയിരുത്താം, വിജയമറിയാം. ഇതാ അവസാന ദിനമെത്തി. സൗന്ദര്യ പദ്ധതി ആരംഭിച്ച ശേഷമുള്ള 9 ദിനവും എങ്ങനെയായിരുന്നുവെന്ന് ഈ ദിനം ചിന്തിക്കാം. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ മെച്ചമാണ് ഈ ആഴ്ച, ശാരീരികമായും വൈകാരികമായും. ഉറക്കം കിട്ടി, സുഹൃത്തുക്കളോടൊത്ത് കൂടുതൽ സമയം ചിലവഴിച്ചു, ധ്യാനിച്ചു. ഈ കൂട്ടത്തിൽ നിങ്ങളുടെ ടെൻഷൻ അകറ്റാൻ ഏറ്റവും അധികം സഹായിച്ചത് എന്താണോ അത് ഈ അവസാന ദിവസം 2 തവണ ചെയ്യുക. ആരും കൊതിക്കുന്ന അഴക് നിങ്ങൾക്കും സ്വന്തമാകും തീർച്ച.